ലോകകപ്പ് ഫൈനലിലെ തോൽവിക്ക് ശേഷം ക്ലബ് ഫുട്ബോളിൽ ആദ്യമായി സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ തിരിച്ചെത്തിയ ലയണൽ മെസ്സി തകർപ്പൻ ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ലീഗ്സ് കപ്പിൽ അത്ലറ്റിക്കോ സാൻ ലൂയിസിനെതിരെ 2-4 ഗോളുകളുടെ വമ്പൻ വിജയമാണ് ഇന്റർ മയാമി സ്വന്തമാക്കിയത്. മത്സരത്തിൽ 2 ഗോളുകൾ നേടിയ മെസ്സി ലീഗ്സ് കപ്പിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരൻ എന്ന റെക്കോർഡും സ്വന്തമാക്കി. തുടക്കത്തിൽ ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷമായിരുന്നു മയാമിയുടെ മാസ് തിരിച്ചുവരവ്. മത്സരത്തിന്റെ 4-ാം മിനിറ്റിൽ തന്നെ ഡേവിഡ് റോഡ്രിഗസിലൂടെ സാൻ ലൂയിസ് മുന്നിലെത്തി മയാമിയെ ഞെട്ടിച്ചു. എന്നാൽ 11-ാം മിനിറ്റിൽ തന്നെ നോവാലിൻ്റെ പാസിൽ നിന്ന് ക്ലോസ് റേഞ്ച് ഫിനിഷിങ്ങിലൂടെ മെസ്സി ഇന്റർ മയാമിയെ ഒപ്പം എത്തിച്ചു. തുടർന്ന് 44-ാം മിനിറ്റിൽ മെസ്സി തന്നെ വീണ്ടും ഗോൾ നേടി മയാമിക്ക് ലീഡ് സമ്മാനിച്ചു. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ മെസ്സിയുടെ അസിസ്റ്റിൽ നിന്ന് മിഗേൽ ഹെഡറിലൂടെ ഗോൾ നേടിയതോടെ മയാമി 3-1 മുന്നിലെത്തി. ലീഗ്സ് കപ്പിലെ തന്റെ 12-ാം മത്സരത്തിൽ 14-ാം ഗോൾ തികച്ച ലയണൽ മെസ്സി ടൂർണമെന്റ് ചരിത്രത്തിലെ ടോപ്പ് സ്കോററായി മാറി. ടെലസ്കോ സെഗോവിയ കൂടി ഗോൾ നേടിയതോടെ മയാമിയുടെ വിജയം പൂർത്തിയായി. മെസ്സിയുടെ ഗോളുകൾ ഉൾപ്പെടെ മയാമിയുടെ 3 ഗോളുകൾക്കും വഴിയൊരുക്കിയത് പ്രതിരോധ താരം നോവാലനായിരുന്നു. രണ്ടാം പകുതിയിൽ മഴയും ഇടിമിന്നലും കാരണം മത്സരം 30 മിനിറ്റ് തടസ്സപ്പെട്ടിരുന്നു. കഴിഞ്ഞ ലീഗ്സ് കപ്പ് ഫൈനലിലെ അക്രമ സംഭവങ്ങളെ തുടർന്ന് 6 മത്സരങ്ങളിൽ വിലക്ക് നേരിട്ടിരുന്ന ലൂയിസ് സുവാരസ് ഇല്ലാതെയാണ് മയാമി കളത്തിലിറങ്ങിയത്. അവസാന 4 മത്സരങ്ങളിൽ 7 ഗോളുകൾ നേടിയ സുവാരസിന്റെ അഭാവം മെസ്സിയും സംഘവും ഒട്ടും അറിയിച്ചില്ല. ഇതോടെ തുടർച്ചയായ 8 മത്സരങ്ങളിൽ തോൽവിയറിയാതെയാണ് ഇന്റർ മയാമി മുന്നേറുന്നത്. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.